മിശിഹായിൽ സ്നേഹമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 33 മുതൽ 44 വരെയുള്ള വചനങ്ങളിൽ ഇന്ന് മുന്തിരിത്തോട്ടത്തിനെ കൃഷിക്കാരുടെ ഉപമയാണല്ലോ സഭാമാതാവ് നമുക്ക് വിചിന്തനത്തിനായി തരിക. ഇവിടെ യജമാനൻ ഒരു കൃഷിത്തോട്ടം ഉണ്ടാക്കുന്നുണ്ട്, അവിടെ മുന്തിരിച്ചെടികൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്, എന്നിട്ട് കൃഷിക്കാരെ അവിടെ ജോലിക്ക് ഏർപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ആ കൃഷിക്കാരിൽ നിന്ന് യഥാസമയത്ത് ഫലം പ്രതീക്ഷിക്കുന്ന ഒരു യജമാനൻ ആഗ്രഹിച്ച ഫലങ്ങൾ കൊടുക്കാതെ വരുമ്പോൾ ആ ആൾക്കാരെ അവിടുന്ന് മാറ്റുന്ന യജമാനനെയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ കൃഷിക്കാർ നമ്മളാണെന്ന് വിചാരിക്കുക. നമ്മളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന നന്മകൾ, സ്നേഹം, ദയ, കാരുണ്യം, ഇങ്ങനെ ഉള്ള നല്ലതെല്ലാം ദൈവം നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഈ മുന്തിരി ചെടികളാണ്. അതിൽ നിന്ന് ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് യഥാകാലം ആഗ്രഹിക്കുന്ന ദൈവം. അപ്പോൾ ഈ കൃഷിക്കാരാകുന്ന നമ്മൾ ഫലം കൊടുക്കുന്നവരായി മാറണം. ഇവിടെ ഈ കൃഷിക്കാർ ഫലം കൊടുത്തില്ല. കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടത് കൊടുക്കാതെ അത് ചോദിക്കാമെന്നവരെയൊക്കെ തല്ലി ഓടിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്യുന്ന അവരെ ആ സ്ഥാനത്ത് നിന്ന് എടുത്തു മാറ്റി അവിടെ വേറെ ആൾക്കാരെ സ്ഥാപിക്കുമെന്ന് പറയുന്ന ദൈവത്തെയാണ് നമുക്കിവിടെ ഇന്ന് കാണാൻ സാധിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തൊക്കെ ഫലങ്ങളാണ് കൊടുക്കേണ്ടത്? എന്നിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന സ്നേഹം ഒത്തിരിയേറെ വർദ്ധിപ്പിച്ച് ഞാൻ കൊടുക്കേണ്ടതുണ്ട്. എങ്ങനെ വർദ്ധിപ്പിച്ച് കൊടുക്കുക? എനിക്ക് ദൈവം തന്ന സ്നേഹത്താൽ മറ്റുള്ളവർക്കെല്ലാം സ്നേഹം പങ്കുവെച്ച് കൊടുക്കണം. സ്നേഹത്തോടെ നോക്കണം, സ്നേഹത്തോടെ ഒന്ന് കാണണം, സ്നേഹത്തോടെ നോക്കണം, സ്നേഹത്തോടെ കൂടെ ആയിരിക്കണം, കരുണയോടുകൂടി വീക്ഷിക്കണം, ദയയോടുകൂടെ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. ഇങ്ങനെ നമ്മൾ സ്നേഹത്തിൻ്റെയും ദയയുടെയും കാരുണ്യത്തിൻ്റെയും എല്ലാ പ്രവൃത്തികളും നമ്മളിൽ നിന്ന് പുറത്തു വരണം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം നമുക്കറിയാം. അവസാന അന്ത്യവിധിയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ദൈവം പറയും തൻ്റെ വലതു ഭാഗത്ത് നിൽക്കുന്നവരോട്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും വരുവിൻ, നിങ്ങൾക്കായി ലോകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗ്ഗരാജ്യം സ്വന്തമാക്കുവിനെന്ന് പറഞ്ഞുകൊണ്ട് അവരോട് പറയുന്ന വചനം ഇതാണ്: ഞാൻ ദാഹത്തോടെ ഇരുന്നപ്പോൾ എനിക്ക് കുടിക്കാൻ തന്നു, ഞാൻ വിശന്നിരുന്നപ്പോൾ നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു, ഞാൻ നഗ്നനായിരുന്നപ്പോൾ എനിക്ക് ഉടുത്താൻ തന്നു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ സന്ദർശിക്കാൻ വന്നു, ഞാൻ നിങ്ങളെന്നെ ശുശ്രൂഷിച്ചു. ഇതൊക്കെയാണ് നമ്മിൽ നിന്ന് പ്രകടിപ്പിക്കേണ്ട ആ ഫലങ്ങൾ, നമ്മൾ കൊടുക്കേണ്ട ഫലങ്ങൾ. യജമാനൻ ഒന്ന് ചോദിക്കുമ്പോൾ ഈ കൃഷിക്കാരായ നമ്മളെല്ലാവരും നമ്മൾ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തെയും ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഈ പ്രവൃത്തികൾ, ഉപവിയുടെ പ്രവൃത്തികൾ, സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ, കരുണയുടെ പ്രവൃത്തികൾ, ദയയുടെ പ്രവൃത്തികളൊക്കെ ചെയ്ത് ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ആയിരിക്കണം. അങ്ങനെ ആകാത്തവരെയെല്ലാം എടുത്ത് പുറന്തള്ളുന്നു എന്നുള്ളതാണ്. ഇന്ന് തന്നെ ദൈവം നമ്മുടെ മുമ്പിൽ വന്നിട്ട്, നിനക്ക് തന്ന താലന്തിനനുസരിച്ച്, അല്ലെങ്കിൽ നിനക്ക് തന്ന കഴിവനുസരിച്ച്, അല്ലെങ്കിൽ നിന്നിൽ ഞാൻ നിക്ഷേപിച്ചിരുന്ന സ്നേഹത്തിൻ്റെയും കരുണയുടെയും ദയയുടെയും അളവനുസരിച്ച് നീ എന്തേരെ ദയ കാണിച്ചിട്ടുണ്ട്, നീ എന്തേരെ കരുണ കാണിച്ചിട്ടുണ്ട്, നീ എന്തേരെ സ്നേഹിച്ചിട്ടുണ്ട്, നീ എന്തേരെ സഹിച്ചിട്ടുണ്ട്, നീ എന്തേരെ ക്ഷമിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് അവൻ്റെ മുമ്പിൽ എടുത്തു വയ്ക്കാനുണ്ട്? പലപ്പോഴും പ്രിയപ്പെട്ടവരെ, നമുക്കില്ല. അതുകൊണ്ടാണ് ദൈവം അവനെ എടുത്തു മാറ്റിക്കൊണ്ട് വേറെ ആൾക്കാരെ വയ്ക്കുമെന്ന് പറയുന്നത് ഒരു താക്കീത് നമ്മോട് പറയുകയാണ്. ഈ നോയമ്പ് കാലത്ത് നീ ഇതുവരെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഫലങ്ങൾ കൊടുക്കാനായിട്ട് നിന്നിൽ ഒന്നുമില്ലെങ്കിൽ, ആ ഫലങ്ങളെ ഉണ്ടാക്കാനായിട്ട് ഇനിയെങ്കിലും പരിശ്രമിക്കുക. നമുക്കറിയാം, യജമാനനും ജോലിക്കാരും ഒരു മരത്തിൽ നിന്ന് ഫലം അന്വേഷിച്ച് വരുന്നത് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഫലം അന്വേഷിച്ച് വരുന്ന യജമാനൻ പറയുന്നുണ്ട്, ഈ മരത്തിനെ ഇനി വെട്ടിക്കളയുക, ഈ അത്തിമരം ഇനി ഫലം തരുന്നില്ലല്ലോ, എടുത്ത് കളഞ്ഞേക്കുക. അപ്പോൾ ആ കൃഷിക്കാരൻ പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ ഒരു വർഷം കൂടി ഇതിനൊരു അവകാശം കൊടുക്കാം, ഞാൻ കുറച്ചുകൂടി ഒന്ന് വെട്ടിക്കിളച്ച് അതിന് നല്ല വളമൊക്കെ ഇട്ട് ഫലം കിട്ടുമോ എന്ന് നോക്കാം, അടുത്ത വർഷം ഫലം തന്നില്ലെങ്കിൽ നമുക്കത് വെട്ടിക്കളയാം എന്ന് പറഞ്ഞ ആ ജോലിക്കാരനെ പോലെ, പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഈശോയാകുന്ന ആ ജോലിക്കാരൻ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇങ്ങനെ കടന്നു പോകുന്നത്. ഫലം കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും പലപ്പോഴും ദൈവം നമ്മളെ ഒരു വർഷത്തേക്ക് കൂടെ വിട്ടുവച്ചേക്കുന്നത്. ചിലപ്പോൾ ആ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടാവാം. നമുക്ക് വേണ്ടിയിട്ട് ഈശോ ആവശ്യപ്പെട്ട ആ മധ്യസ്ഥം വഹിച്ച സമയം കഴിഞ്ഞിട്ടുണ്ടാവാം. ഇപ്പോഴും നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മളെ തൂത്തെറിയാൻ ദൈവം ഉടനെ വരുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം, ഇവിടെ, ഈ സമയം നമുക്കൊണ്ടാകുന്ന സ്നേഹപ്രവർത്തികൾ, നമ്മെക്കൊണ്ടാകുന്ന രീതിയിൽ ദയയുടെയും കരുണയുടെയും പ്രവർത്തികൾ, നമ്മെക്കൊണ്ട് ആകുന്ന രീതിയിൽ ക്ഷമിക്കാനും സഹിക്കാനും
കൂടെ ഒന്ന് പരിശ്രമിക്കുകയും പ്രവർത്തിക്കുകയും നമുക്ക് ചെയ്യാം. റോമാക്കാർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വചനങ്ങളിൽ, പ്രത്യേകിച്ച് 14-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരിലെല്ലാം ഈ നന്മയുടെ, സ്നേഹത്തിൻ്റെ, ദയയുടെ, കരുണയുടെ, ഉപമയുടെ എല്ലാം ഉണ്ടായിരിക്കും. അത് നമുക്കറിയാം. ശരീരത്തിൻ്റെ പ്രവണതകൾ എന്തൊക്കെയാണെന്നും ആത്മാവിൻ്റെ പ്രവണതകൾ എന്തൊക്കെയാണെന്നും പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇന്ന് റോമാക്കാർക്കെഴുതിയ 8-ാം അധ്യായം 14-ാം വാക്യം: ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മളെല്ലാവരും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഫലങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നവരാകുന്നത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴാണ്. അപ്പോൾ ഇന്ന് ഇവിടെ നമുക്ക് ഫലമില്ലെങ്കിൽ, നമുക്ക് ഫലമില്ലാതെ നമ്മൾ വെറും മരങ്ങളായിട്ട് മാത്രം നിൽക്കുകയാണെങ്കിൽ, നമ്മുടെ ഫലം കൊടുക്കാൻ പറ്റുന്ന അത്രയും നന്നായിട്ട് കൃഷി നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ, നമുക്ക് ഒരു ഷോർട്ട് കട്ടായിട്ട് ദൈവം ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്: നീ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ പരിശുദ്ധാത്മാവിനെ ചോദിക്കുക, പരിശുദ്ധാത്മാവിനെ ചോദിക്കുക, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക. പരിശുദ്ധാത്മാവിനെ ചോദിച്ച് പരിശുദ്ധാത്മാവ് നയിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം ആഗ്രഹിക്കുന്ന ഈ ഫലങ്ങളൊക്കെ നമുക്ക് പുറപ്പെടുവിക്കാൻ സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളായി മാറും. അപ്പോൾ നമ്മുടെ സ്ഥാനം പുറത്താക്കപ്പെടുകയല്ല, മറിച്ച് നമ്മളായിരിക്കുന്ന സ്ഥലത്ത് വീണ്ടും അവിടെ ആയിരിക്കാൻ, നല്ല കൃഷിക്കാരായിട്ട് തുടരാനായിട്ട് നമുക്ക് ദൈവം അനുഗ്രഹം തരും, അനുഗ്രഹിക്കും. അതിൽ സംശയമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. നമ്മളെല്ലാവരും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണോ? നമുക്ക് നല്ല പ്രവൃത്തികൾ, നല്ല ചെയ്തികളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നില്ല. അവിടെ നിന്ന് മാറി, ആ തിന്മ പ്രവർത്തികളിൽ നിന്ന് മാറി ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന നല്ലത് ചെയ്യുന്ന ദൈവത്തിൻ്റെ മക്കളായി മാറി ദൈവരാജ്യം സ്വന്തമാക്കാം. അതിനാണ് ഈ നൊയമ്പുകാലം. ഈ 4-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് നല്ല തീരുമാനമെടുക്കാം. നൊയമ്പുകാലം പകുതി കഴിഞ്ഞ് അങ്ങനെ വരുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഞാൻ ഒത്തിരിയേറെ ത്യാഗങ്ങളെടുത്ത്, ഒത്തിരിയേറെ സഹനങ്ങൾ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്ത്, ഉപകാരങ്ങൾ ചെയ്തു കൊടുത്ത്, ദൈവം ആഗ്രഹിക്കുന്ന നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ച് ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട് ദൈവത്തിൻ്റെ മകനായി തീരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.